ഇതിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, മതപണ്ഡിതന്മാർ, ദക്ഷിണ കേരള ജമാഅത്തെ ഉലമ, അതുപോലെ അതിൻ്റെ ഭാരവാഹികൾ, ഫെഡറേഷൻ, മഹൽ, ഇതിനനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും, അതിനൊപ്പം ദക്ഷിണ കേരള ജമാഅത്തെ ഉലമ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കടക്കൽ അബ്ദുൽ അസീസ് സാഹിബ്, ജനറൽ സെക്രട്ടറി തുടയൂർ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാസ്തവത്തിൽ ഞാൻ ദീർഘകാലം എൻ്റെ വാപ്പ PM സയ്യിദ് സാഹിബിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഇബ്രാഹിം ഖാൻ അങ്കിളെ ഒന്ന് വിളിച്ച് സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഇതുപോലത്തെ ഒരു പരിപാടി നാളെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്താനുള്ളൊരു അവസരമുണ്ടായത്. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് പടച്ചവനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ ജമാഅത്തെ ഉലമ ദക്ഷിണ കേരള ജമാഅത്തെ ഉലമ ഫെഡറേഷൻ, അതുപോലെ ലീഗൽ ഫോറം, അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഘടനക്കും ലീഗൽ ഫോറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നിലവിലുള്ള കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ ജനങ്ങളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കുന്ന രീതിക്ക് ഉള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ രീതിക്കുള്ള മറ്റേ ജമാഅത്തെ ഉലമയും ഫെഡറേഷനും മഹൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികളും, ഇതിൻ്റെ ഭാരവാഹികളും, ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഇതിൻ്റെ നിയമത്തിൻ്റെ കുറിച്ച് അറിയണം. ഉദാഹരണത്തിന് ഏറ്റവും അടുത്ത് ഉണ്ടായതാണ് പാർലമെൻറ്റിൽ വഖഫ് ആക്ട്. ഈ വഖഫ് ആക്ട് ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലേക്കാണ് രൂപീകരിച്ചിട്ട് അത് പഠനം നടത്താൻ വേണ്ടി റെഫർ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജമ്മം അല്ലെങ്കിൽ ഭൂമി ഉള്ള സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഡിഫൻസാണ്, രണ്ടാമത്തേത് റെയിൽവേസാണ്, മൂന്നാമത്തേത് വഖഫാണ്. മൂന്നാമത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജമ്മം ഉള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് വഖഫ്. ഏകദേശം 8.2 lakh ഏക്കേഴ്സ് ആണ് വഖഫ് ഉള്ളത്. 8.2 lakh ഏക്കേഴ്സ്. അപ്പോൾ എത്രത്തോളം ഭൂമി അല്ലെങ്കിൽ ജമ്മമാണ് നമ്മളെ പല ന്യൂനപക്ഷത്തിലുള്ള നമ്മുടെ സഹോദരന്മാർ അല്ലാഹു തആലയ്ക്ക് വേണ്ടി വഖഫായിട്ട് ചെയ്തത്. ഈ വഖഫ് ആക്ട് കൊണ്ടുവരുമ്പോൾ ഒരു കൺസൾട്ടേഷനോ ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് ബുൾഡോസ് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്രം അങ്ങനത്തെ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇതിനെ ശക്തമായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും MP നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിക്കുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം ഇത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26 ഇന്ത്യയുടെ ഭരണഘടനയെ ആർട്ടിക്കിൾ 14, 25, 26 ലംഘനമാണ്. ചുരുക്കി പറഞ്ഞാൽ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്താൽ
ഇൻഫ്രിഞ്ച് ചെയ്താൽ ഏതൊരു പൗരനും കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാ സംഘടനക്കും ലീഗൽ ഫോറം ഉണ്ടാകണം. കാരണം ഒരു സംഘടന നടത്തണമെങ്കിൽ അതിൽ ചെയ്യാൻ അനുവദിച്ച കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ ദോഷം, ഇതൊക്കെ അറിയണമെങ്കിൽ ലീഗൽ ഫോറം വളരെ പ്രധാനമായിട്ട്, ലോയേഴ്സ് ഫോറം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഞാൻ സ്വയം ഒരു ലോയറാണ്. എൻ്റെ വാപ്പ ഷെയ്ഖ് സാഹിബ് ഇബ്രാഹിം ഖാൻ അങ്കിളുടെ കൂടെ ലോയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവർക്കും ഈ ലീഗൽ ഫോറത്തിൻ്റെതും ഇതിൻ്റെ കാര്യം ആവർത്തിച്ച് പറയുന്നത്. ഈ ഇവിടെ കോൺഫറൻസ് ഒരുക്കപ്പാട് ചെയ്തതിൻ്റെ സംഘാടകർക്കും ഇവിടെ എത്തിച്ചേർന്ന ഓരോ മെമ്പർമാർക്കും ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സ്ക്കും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ലീഗൽ ഫോറത്തിൻ്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.